കുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓരോ മൈൽ സ്റ്റോൺസും പാരന്റ്സിനെ സംബന്ധിച്ച് ഭയങ്കര കൗതുകമായിരിക്കും, ഭയങ്കര ആകാംക്ഷയായിരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇതിൽ തന്നെ ചില സമയങ്ങളിൽ ചില കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ഡിലേ ആയേക്കാം, ചില കാര്യങ്ങൾ സ്കിപ്പ് ആയേക്കാം. ഇപ്പൊ എന്റെ മോന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ക്രോള് ചെയ്യാതെയാണ് അവൻ നടക്കാൻ തുടങ്ങിയത്. ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ക്രോള് ചെയ്തില്ലേ പ്രശ്നമാവോ, അത് ഇവന്റെ വളർച്ചേനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾ ക്രോള് ചെയ്യാതെ അവര് നടക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ ക്രോള് ചെയ്യുന്നത് ഇച്ചിരി ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വളർച്ചേനെ ബാധിക്കുമോ, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്, ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പലരും പലപ്പോഴും പാരന്റ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺ ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വളർച്ചേനെ വളരെയധികം മോശമായിട്ട് ബാധിക്കും, ബുദ്ധിവികാസത്തിനെ ബാധിക്കും, അത് കുട്ടിക്ക് ശരിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തോ ചെയ്തതുകൊണ്ടാണ് അങ്ങനെയുള്ള തെറ്റുകളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ പോലും പാരന്റ്സ് ഒക്കെ പഴികൾ കേൾക്കാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 മാസം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡിലേ ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ച ഒരേ ഘട്ടത്തിൽ തന്നെ ആയിരിക്കും, അല്ലെ ഒരേപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മറ്റുള്ള ആളുകളോട് പറയാൻ പറ്റുന്നതാണ്. ശരിക്കും ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത്. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാരന്റ്സ് പൊതുവെ ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, കുട്ടികളെ കമഴ്ത്തി കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വളർച്ച നേരത്തെ ആകുമോ, അല്ലെങ്കിൽ മലർത്തി കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ വളർച്ചേനെ ബാധിക്കുമോ എന്നുള്ള കാര്യം. മലർത്തി കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോള് ചെയ്യുന്നത് ഇച്ചിരി ഡിലേ ആകുമെന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്. എന്നാൽ കുട്ടികൾ നേരത്തെ എഴുതുന്നതല്ലേ നല്ലത്, എന്നാൽ പിന്നെ നമുക്ക് അവരെ അങ്ങ് കമഴ്ത്തി കിടത്തിയാലോ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം കുട്ടികളെ എപ്പോഴും കമഴ്ത്തി കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ഇൻഫാന്റ് ഡെത്ത് സിൻഡ്രോം പോലുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് 12% ചാൻസസ് കൂടുതലാണ് കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന കുട്ടികളിൽ സഡൻ ഇൻഫാന്റ് ഡെത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കുട്ടികളുടെ ലൈഫ് റിസ്ക് ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികൾ കമിഴ്ന്ന് കിടക്കാതെ മലർന്ന് തന്നെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ഇച്ചിരി ഡിലേ ആയി കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ 18 മാസം ആകുമ്പോഴേക്കും ആ വളർച്ച അവർ മീറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നാൽ എല്ലാ കുട്ടികളും മുട്ടിലിഴഞ്ഞോളണമെന്ന് നിർബന്ധവുമില്ല. 4 മുതൽ 15% വരെയുള്ള കുട്ടികൾ മുട്ടിലിഴയാറേ ഇല്ല എന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്. അവർ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നീങ്ങുന്ന കുട്ടികളായിരിക്കും. ചില സമയത്ത് അവർ ഇങ്ങനെ ആർമി ക്രൗൾ, അതായത് നമ്മുടെ നെഞ്ച് ഇങ്ങനെ തട്ടിച്ചിട്ട് വയറ് തട്ടിച്ചിട്ട് ഇരുന്ന് നീന്തുന്ന കുട്ടികളുണ്ടാവും. ഇതൊന്നും അല്ലെ റോള് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇതെല്ലാം നോർമലാണ്. അതിലൊന്നും നമ്മൾ വലിയ കൗതുകത്തോടോ അല്ലെ ടെൻഷനോടുകൂടിയോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊന്നും വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് ഡോക്ടറിന്റെ അടുത്തേക്കൊന്നും ഓടേണ്ട കാര്യമില്ല. അതൊക്കെ വളരെ നോർമൽ ആണെന്നാണ് മെഡിക്കൽ സയൻസിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഈ ക്രോളിംഗ് പ്രാധാന്യം ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ക്രോളിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. അത് മറ്റു കാര്യങ്ങൾ കൂടെയും പഠിക്കാൻ പറ്റും തന്നെയാണ് സ്റ്റഡീസിൽ പറയുന്നത്. അതായത് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ഇവർക്ക് ഉണ്ടെങ്കിൽ അവരുടെ ബോഡി മൂവ്മെന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു അപകടം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാധനത്തിൽ നിന്ന് മറ്റൊരു സാധനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ദൂരം അത് എത്രത്തോളം ഉണ്ട്, ഇനി അതും അല്ലെങ്കിൽ ന്യൂറൽ കണക്ഷൻസ് ബ്രെയിനിൽ സംഭവിക്കുന്നത്, ഇതെല്ലാം ബോഡി മൂവ്മെന്റ്സ് കൂടുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ കഴിവുകൾ സ്കില്ലുകൾ അവർ വർദ്ധിപ്പിക്കുക. അത് റോളിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ചാൽ സ്കിപ്പ് ചെയ്തു എന്ന് വിചാരിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല താനും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ഇഴയാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അതായിരിക്കുമല്ലോ അവസാനം നമുക്ക് എന്തായാലും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായും ഈ ടമ്മി ടൈം എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം മുതലേ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ടമ്മി ടൈം എന്ന് പറയുന്നത് ആദ്യം കുഞ്ഞ് ഇൻഫാന്റ് ആവുന്ന സമയത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആദ്യത്തെ ആഴ്ചകളിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് സമയത്തേക്ക് മാത്രം പല സമയങ്ങളായിട്ട് 1 മണിക്കൂർ കൂടുമ്പോഴായിട്ട് 1-2 മിനിറ്റ് ടമ്മി ടൈം കൊടുക്കാം. അത് അവരുടെ മസിൽസിനെ സ്ട്രോങ് ആക്കാനും ഹെഡ് സ്ട്രെയിറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി അത് 1 മണിക്കൂർ വരെ ആക്കാം. ഏകദേശം കുട്ടി ഒരു 3 മാസം വരെയൊക്കെ ആകുമ്പോഴേക്കും അത് പല സമയങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്ത് 1 മണിക്കൂർ വരെ നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ടമ്മി ടൈം. ശരിക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. പിന്നെ പെട്ടെന്ന് ക്രോളിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ലൂസ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടിപ്പിക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും, ഞാൻ എൻ്റെ മോൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ അതൊന്നും ആദ്യം അത്ര ശ്രദ്ധിക്കില്ല അല്ലെ. നമ്മൾ ആ സൈസ് ഒന്നും അത്ര നോക്കില്ല. ചിലപ്പോൾ ഭയങ്കര ലൂസ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പം അവന് ശരിക്കും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ അവൻ ക്രോള് ചെയ്യാനോ അല്ലെങ്കിൽ അവൻ്റെ ആക്ടിവിറ്റീസ് ഭയങ്കര കുറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വളർച്ചേനെ ഒരു പരിധി വരെ ഡിലേ ആക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അറിയുന്നില്ല. കുട്ടികളെ നമ്മൾ ചിലപ്പം അവരെ ക്രോൾ ചെയ്ത് അങ്ങോട്ട് പോവണ്ട, അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആണല്ലോ അവരവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓരോ പണിക്ക് വേണ്ടിയിട്ട് കുട്ടികളെ വോക്കറിന്റെ ഉള്ളിലും ഒക്കെ ഇരുത്തിയിട്ട് പോകും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ആണ്. അതുകൊണ്ട്
ഈ ഒരു കാര്യം ലോക്കറിൽ ഇരുത്തുന്നതോ അല്ലെങ്കിൽ അവരുടെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് കുട്ടികളുടെ ഇടയിൽ നിന്നും ഒന്ന് ഒഴിവാക്കി വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ സ്റ്റഡീസിൽ പറയുന്നത് ഈ ഡിവൈസസ് യൂസ് ചെയ്യുന്നത് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആയി മാറി. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം. പിന്നെ ഇതൊന്നും അല്ലാതെ പാരന്റ്സ് എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് യുണീക്കാണ്, അവർ സ്പെഷ്യലാണ്, അവരുടെ വേയിൽ അവർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റുള്ള കുട്ടി അല്ലെങ്കിൽ എൻ്റെ വീടിനടുത്തുള്ള കുട്ടിക്ക് താണ്ട് ഇത്ര പ്രായത്തിൽ താണ്ട് അവർ ക്രോൾ ചെയ്തു അല്ലെങ്കിൽ അവർ നടക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യാതെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അവരവരുടെ ടൈം എടുത്തോട്ടെ, ഇച്ചിരി ഡിലേ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ 18 മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ പ്രോബ്ലംസ് ഒക്കെ മാറ്റി കുട്ടികൾ ഏകദേശം നടന്നും അല്ലെങ്കിൽ ഇഴഞ്ഞും അല്ലെങ്കിൽ അവർ ഓടിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ഇനി ഇത് അഥവാ 12 മാസമായിട്ടും ക്രോളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതൊന്നും അറിയാവേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ അതൊന്നും നിങ്ങളൊന്ന് നോക്കേണ്ട കാര്യമുള്ളൂ, പീഡിയാട്രിഷ്യനെ കൊണ്ടേ കാണിക്കേണ്ട കാര്യമുള്ളൂ. ഇനി അതിന് മുമ്പേ തന്നെ ഒരു കാര്യം സ്കിപ്പായി എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.